ഇന്ന് വൈകിട്ടത്തെ ആനിവേഴ്സറി പ്രോഗ്രാമിനിടയ്ക്ക് രക്ഷപ്പെടാനായിരിക്കും അവരുടെ പ്ലാൻ. അതിനു മുൻപ് നമുക്ക് ആ കാർഡ് കൈക്കലാക്കണം. ഇനി ആ കാർഡാണ് ഈ കളിയിലെ നമ്മുടെ ട്രം കാർഡ്. ഉറപ്പായിട്ടും. ഇന്ന് വൈകിട്ടാ പരിപാടി. എനിക്കറിയാം. ഒന്ന് മുകളിലേക്ക് കയറിയണത്. ഇങ്ങോട്ട് താ. ആ വയറിന്റെ കുരുക്കഴിച്ച്. കളിച്ചത് മതി. ഇനി അങ്കിൾ ഒരു കഥ പറഞ്ഞുതരാം. ഒരിടത്തൊരിടത്ത് രണ്ട് കുറുക്കന്മാരുണ്ടായിരുന്നു. ഒരു വലിയ കുറുക്കനും ഒരു കുഞ്ഞു കുറുക്കനും. ഒരു ദിവസം അവർക്കൊരു കൊട്ടേഷൻ കിട്ടി. ഒരു വലിയ മടക്കുള്ളിൽ കിടന്ന് അവിടെ ഇരിക്കുന്ന ഒരു ബാഗിൽ നിന്നും ഒരു നിധി കട്ടെടുക്കണം. ബുദ്ധിമാനായ കുഞ്ഞുകുറുക്കൻ ഒരു വിധത്തിൽ ആ മടക്കുള്ളിൽ കയറിപ്പറ്റി. പക്ഷെ അവൻ അറിഞ്ഞില്ല അതൊരു പുലിയുടെ മടയാണെന്ന്. ഡിക്രോസായി ആ മെമ്മറി കാർഡ് പറ. മര്യാദയ്ക്ക് തരുന്ന നിനക്ക് നല്ലത്. എവിടെയാണ് അത് വെച്ചേക്കുന്നത്? കരണ്ട. അങ്കിൾ വെറുതെ ഇക്കളെടുത്തല്ലേ. അയ്യോ മോനെ കരയില്ല മോനെ. നമുക്ക് അങ്കിളിനെ ഇരുട്ടത്ത് കിടത്തിട്ടേ വെളിച്ചത്ത് ചോറ് കൊടുക്കാട്ടോ. ഒന്ന് പോന്നേട്ടാ ചുമ്മാ. അങ്കിള് പോയല്ലോ. പെൺകുട്ട കരയണ്ട കേട്ടോ. നമുക്ക് പുറത്തു പോയിട്ട് കളിക്കാം. ഇല്ല, അതറിയില്ല. എന്തായാലും കാർഡ് മിസ്സിംഗ്. ഡോക്ടർ ബാബെ നോക്ക്. നമുക്ക് പനിയുണ്ടോ നോക്കാം. കുറുനരി വരുന്നുണ്ടേ. കുറുനരി വരുന്നുണ്ടേ. കുറുനരി വന്നേ. മോഷ്ടിക്കാൻ വന്നേ. കുറുനരി വന്നേ. കുറുനരി വന്നു. കുറുനരി വന്നു. ദേ മോഷ്ടിക്കാൻ പോണേ. കുറുനരി അടുത്തേക്ക് വരുന്നുണ്ടേ. കുറുനരി അടുത്തേക്ക് വന്നേ. ദേ മോഷ്ടിക്കാൻ പോണേ. ദേ മോഷ്ടിച്ചേ. കുറുനരി മോഷ്ടിച്ചു. കുറുനരി മോഷ്ടിച്ചു. എന്തേ എന്തു പറ്റി? ബാഗോ? അയ്യോ അത് വലുതാ. ഒരു മിനിറ്റ് പറഞ്ഞു കൊണ്ടുവരാം. മോന് പറ്റിയ ബാഗ്. ഹായ് ദേ നോക്ക് മിക്കി മൗസ്. മോന് ഇഷ്ടമുള്ള ബാഗ് ഇത് വെച്ച് കളിക്കാം. വണ്ടി വരുന്നു. ആര് വന്നിട്ടുണ്ട്? ഇപ്പൊ വരാം കേട്ടോ. മോൻ വണ്ടി ഓടിച്ച് കളിച്ചോളൂ കേട്ടോ. ശരി. പെൺകുട്ടാ കളിക്കാം. എന്ത് പെൺകുട്ടാ വായിലിട്ടത്? തുപ്പ് 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 തുപ്പ്. അയ്യേ ഇതൊന്നും വായിലിടരുത്. പോലീസ് അങ്കിളിനെ നമുക്ക് ഈ ഡോള് കൊണ്ട് ഇടിപ്പിക്കാം.
ആണോ? യെസ്, ഞാനിവിടെ ഉണ്ടാവും. വന്നോളൂ. ഇപ്പം തന്നെ നമുക്കവനെ പൊക്കാം. ഓക്കെ. നിങ്ങൾ അവന്മാരെയും കൂട്ടി എല്ലാ വീട്ടിലും പോയി ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് അവിടെ നിന്നൊക്കെ സാധനങ്ങൾ റിക്കവർ ചെയ്യും. യെസ് സർ. താനങ്ങൾ പ്രതീക്ഷ വാ. നിങ്ങൾ രണ്ടുപേരും അവിടെ നോക്കിക്കോളൂ. ഓക്കെ. ശരി സർ. ചേച്ചി നമ്മൾ ടി വി കൊണ്ടുപോകട്ടെ. നാണക്കേടായി. വല്ലാത്തൊരു ചീറ്റിംഗ് ആയിപ്പോയി. എടാ പോത്തെ താഴ്ത്തിട്ട് പൊട്ടിക്കലടാ. എന്നെ സാറ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. നിർത്തടാ. വല്ലവന്റെ മുതൽ മോട്ടിച്ചെടുത്തിട്ട് അതെങ്ങനെയാണ് നിന്റെ കഷ്ടപ്പാട്? സാറെ മോഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാ. സംശയമുണ്ട് സാറൊന്ന് ചെയ്തു നോക്ക്. മിണ്ടരുത്. ഇത് എന്തൊരു കഷ്ടവും സാറേ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അവനെ. പേരും കള്ളനാ. നമസ്കാരം. ഈ സിറ്റിയിലെ പല VIP-കളും താമസിക്കുന്ന വീടുകളിൽ നിന്നും ഫ്ലാറ്റുകളിൽ നിന്നും ഇവ മോട്ടിച്ചെടുത്ത സാധനങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങൾ റിക്കവർ ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇവൻ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തിരിച്ചു തന്നെ. ഇല്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങേണ്ടി വരും. ഉണ്ടോ? അമ്പടെ വീരാ. നിനക്കൊക്കെ മാന്യമായിട്ട് ജീവിച്ചുവിടാ. വെറുതെ വില്ലയുടെ പേര് കളയാനായിട്ട്. സാറേ ചെറിയ വണ്ടി പറ്റില്ലട്ടാ, വലിയ വണ്ടി വിളിക്കേണ്ടി വരും. ഞാൻ ഈ സാറിന് ട്രെഡ്മില്ലിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടി കയറ്റണ്ടേ. വലിയ വണ്ടി എന്തായാലും വേണം. നീ വിട്ടരുത്. സാറിനോട് മിണ്ടരുതെന്ന്. സാറിനോടല്ല നിന്നോടാ പറഞ്ഞു. എന്നോടാ സാറേ. സാറ് മിടിക്കൂ. സാറേ ഇത് മോഷണമൊന്നുമല്ല. ഇരിക്കുന്നത് ചെസ് കളിയാ. സാറിന്റെ വീട്ടിലെ സാധനം എടുത്ത് ആ സാറിന്റെ വീട്ടിൽ വെക്കും, ആ സാറിന്റെ വീട്ടിൽ നിന്ന് ഈ സാറിന്റെ വീട്ടിലേക്ക് വെക്കും. അതുകൊണ്ടാ പറഞ്ഞത് വിശ്വനാഥാനന്ദ പോലും എന്റെ അടുത്ത് തോറ്റുപോകും. അയ്യോ 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 അമ്മേ അയ്യോ അയ്യോ അല്ലല്ലേ സാറേ. അയ്യോ 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 പോലീസുകാരന്റെ മൂക്കിന്റെ നടക്കുന്ന ഉടായ്പ കാണിച്ചിട്ട് രക്ഷപ്പെടാന്ന് സറണ്ടർ. നീ എന്താ വിചാരിച്ച ഞങ്ങളൊക്കെ വെറും മന്ദബുദ്ധികളാണോ? അയ്യോ കൊണ്ടുപോകാൻ അങ്ങോട്ട് നടക്കാം. വേഗം AC ഉണ്ടല്ലോ അല്ലേ വണ്ടി. അങ്ങോട്ട് കയറാം.